ഓരോ വീട്ടിലും ഒരാളെങ്കിലും മരിച്ചിട്ടുണ്ടാകും. മുഴുവൻ പേരെയും നഷ്ടപ്പെട്ട് ഒരാൾ മാത്രം ബാക്കിയായ കുടുംബങ്ങളും ഏറെ. തെരുവുകൾ ശൂന്യം, തകർന്ന വീടുകൾ, പള്ളികൾ, മാർക്കറ്റുകൾ. അതെ, ഗാസയിൽ ഇത് കണ്ണീരിന്റെ പെരുന്നാൾ. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് 6 മാസം. 33,137 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വീടും നാടും ഇല്ലാതായി പലായനം ചെയ്തത് 17 ലക്ഷം പേർ. ആശുപത്രികളും സ്കൂളുകളും തകർന്നടിഞ്ഞു. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി ഇസ്രയേലിന്റെ ഒടുങ്ങാത്ത യുദ്ധവെറിയായി പരിണമിക്കപ്പെട്ടപ്പോൾ ഒരു ജനത തന്നെ ഇല്ലാതായി. 13,800 കുട്ടികൾ കൊല്ലപ്പെട്ടു. പ്രാർത്ഥിക്കാൻ ഒരു പള്ളി പോലുമില്ല. പെരുന്നാൾ ദിനത്തിലെങ്കിലും പട്ടിണി കിടക്കാതിരിക്കട്ടെ എന്ന് കരുതി UAEയും ഈജിപ്തും ഭക്ഷണപ്പൊതികളും പുതുവസ്ത്രങ്ങളും വിതരണം ചെയ്തു. വടക്കൻ ഗാസയിൽ 4 വിമാനങ്ങളിലായി 82 ടൺ ഭക്ഷണം എത്തിച്ചു. ഈദ് പാക്കേജിന്റെ ഭാഗമായി ഷൂസും കളിപ്പാട്ടങ്ങളും വിതരണം ചെയ്തു. എന്നിട്ടും ആരുടെയും മുഖത്ത് സന്തോഷമില്ല. എല്ലാ രാജ്യത്തും തങ്ങളെപ്പോലെ സങ്കടപ്പെടുന്ന കുട്ടികൾ ഉണ്ടോ എന്ന ഗാസയിലെ കുരുന്നുകളുടെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ഈ പെരുന്നാൾ ദിവസവും ലോകം തലകുനിക്കുന്നു.